വയസ്സ് 30 കഴിഞ്ഞു, ഇതുവരെ സേവിങ്സ് തുടങ്ങിയിട്ടില്ല. ഈ ഒരു ചിന്തയിൽ ആശയക്കുഴപ്പത്തിലാണോ നിങ്ങൾ? എങ്കിൽ പരിഹാരമുണ്ട്. ഘട്ടം ഘട്ടമായി നിങ്ങൾക്ക് സേവിങ്സ് തുടങ്ങാം. ഇതാ അതിനുള്ള ചില വഴികൾ പരിചയപ്പെടാം. 1. ചെലവ് ട്രാക്ക് ചെയ്യൂ. പണം എവിടെ പോകുന്നുവെന്നറിയണം. ഓരോ രൂപയും പ്രധാനപ്പെട്ടതാണ് എന്ന നിലയിൽ ട്രാക്കിംഗ് തുടങ്ങാം. 2. ലക്ഷ്യം നിശ്ചയിക്കൂ. ലക്ഷ്യമുണ്ടെങ്കിലേ സേവിങ്സിന് പൂർണ്ണതയുണ്ടാകൂ. വീട്, കുട്ടികളുടെ പഠനം, റിട്ടയർമെന്റ്, അങ്ങനെ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യാം. 3. ചെറുതായി തുടങ്ങൂ. കയ്യിൽ ധാരാളം പണം എത്തിയിട്ടാകാം സേവിങ്സ് എന്ന ചിന്ത വേണ്ട. 1000 രൂപയായാലും മതി. തുടർച്ചയാണ് പ്രധാനം. 4. ഓട്ടോ സേവിങ്സ്. അക്കൗണ്ടിൽ നിന്നും പണം ഓട്ടോമാറ്റിക്കായി സേവിങ്സിലേക്ക് പോകുന്ന SIP, RD തുടങ്ങിയ ഡെപ്പോസിറ്റ് സ്കീമുകൾ തുടങ്ങാം. 5. അനാവശ്യ ചെലവുകൾ കുറയ്ക്കൂ. അനാവശ്യമായ പർച്ചേസുകൾ, ഉപയോഗിക്കാത്ത സബ്സ്ക്രിപ്ഷനുകൾ എന്നിവ ഒഴിവാക്കാം. 6. ബുദ്ധിപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യൂ. മ്യൂച്വൽ ഫണ്ട്, PPF, ETF തുടങ്ങി ഭാവിയിലേക്ക് ഗുണകരമാകുന്ന സേവിങ്സിലേക്ക് നിക്ഷേപം ഇറക്കാം. 7. എമർജൻസി ഫണ്ട് സൂക്ഷിക്കുക. അസുഖം, ജോലി നഷ്ടം, അടിയന്തര ചെലവുകൾ തുടങ്ങിയ അടിയന്തര ആവശ്യങ്ങൾക്കായി നിശ്ചിത തുക മാറ്റിവെക്കുക. 8. കൂടിയ പലിശയുള്ള കടങ്ങൾ ഒഴിവാക്കൂ. ഇതിനായി ആദ്യം ചെയ്യേണ്ടത് ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യുക എന്നതാണ്. ഒന്നോർക്കുക, സേവിങ്സ് തുടങ്ങാൻ പ്രായമില്ല, വൈകി എന്ന ചിന്തയും വേണ്ട. ഇതുവരെ സേവിങ്സ് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങൂ. നാളേക്ക് നന്ദി പറയുന്നത് നിങ്ങൾ തന്നെയാകും.